ജീവിതത്തിൽ ചില തൗഫീക്കുകൾ അള്ളാഹു നമുക്ക് തരലുണ്ട്. എനിക്കിത്തരം ചില സരസ്സുകളിലൊക്കെ നിന്ന് പ്രസംഗിക്കാനും അതിൽ പങ്കെടുക്കാനൊക്കെ ഉള്ളതൊരു തൗഫീക്ക് നേരത്തെ തന്നെ ഉള്ളതാണ്. ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ആ തൗഫീക്കിനെ ഒന്നും അള്ളാഹു എടുത്ത് മാറ്റാതിരിക്കട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ, ചെറിയൊരു തോൽപാത്രത്തിൽ നിന്നിങ്ങനെ എല്ലാ ദിവസവും ഭക്ഷണം എടുത്ത് കഴിക്കും. ഒരു ദിവസം അതിനകത്ത് എന്തുണ്ട് എന്ന് നോക്കിയപ്പോൾ പിന്നെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതുപോലെ, നോക്കാതിരുന്നാൽ അത് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുമെന്നത് പറഞ്ഞതുപോലെ പറഞ്ഞ് ആ തൗഫീക്കിനെ അള്ളാഹു നഷ്ടപ്പെടുത്താതെ ഇനിയും കൂട്ടിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് ഇത്തരം മജ്‌ലിസുകളിൽ വലിയ ആർഭാട ബഹളങ്ങളൊന്നുമില്ലാതെ മുത്തുനബിക്ക് വേണ്ടി ഹൃദയം പണയപ്പെടുത്തിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിദ്മത്തിന് വേണ്ടി ശരീരത്തെ സമർപ്പിച്ച, മനസ്സിനെ സമർപ്പിച്ച ഒരു വലിയ സംഘത്തിനൊക്കെ ഇതുപോലെ കുറച്ചു നേരം സംസാരിക്കാൻ കഴിയുക എന്നത് വലിയ തൗഫീക്കിൻ്റെ ഭാഗമാണ്. ആ തൗഫീക്ക് ഇനിയും അള്ളാഹു തരട്ടെ, ഇനിയും അതിനെ അള്ളാഹു അധികരിപ്പിച്ച് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ ഉമ്മയാണ്. ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ നമുക്ക് വാക്കുകളില്ല. ഉമ്മയെക്കുറിച്ചുള്ളൊരു പാട്ട് കേട്ടാൽ ഉമ്മയോട് സ്നേഹമുള്ള മക്കൾ കരയും. ഈ മദ്ഹ് പാടാൻ മജ്‌ലിസുകളിൽ പോകുന്ന മാദിഹീങ്ങളായ മക്കളോട്, അവരോട് പോലും സ്റ്റേജുകളിൽ സരസിലിരിക്കുന്നവർ ആവശ്യപ്പെടുന്നത് ഉമ്മയെക്കുറിച്ചുള്ള പാട്ട് പാടുമോ എന്നതാണ്. പ്രഭാഷകരോട് ഉമ്മയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ആവശ്യപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ കവർന്നെടുക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ജീവിതത്തിൽ നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഉമ്മയെയാണ്. ഉമ്മ സുഖമില്ലാതായാൽ നമുക്ക് സങ്കടം വരും. ഉമ്മാക്ക് വേദനയുണ്ടായാൽ നമുക്ക് വേദന വരും. സ്നേഹിക്കുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. വൃദ്ധസദനങ്ങളിലും ആതുരാലയങ്ങളിലും ആളറിയാതെ കൊണ്ട് വലിച്ചെറിയപ്പെടുന്ന, മനസ്സ് മുരടിച്ചുപോയ പൈശാചികമായ പ്രവണതകൾ ചെയ്യുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്നവരോടാണ്. നിങ്ങളൊക്കെ അത്തരം ആളുകളല്ല, ഹൃദയത്തിൽ ഉമ്മയെ കൊണ്ട് നടക്കുന്നവരാണ്. ആ ഉമ്മയുടെ മനസ്സ് ഒന്ന് വേദനിച്ചാൽ നമുക്ക് വേദനിക്കും. ആ വേദന ഞാനും നിങ്ങളും കാരണമായിട്ടാണ് ഉണ്ടായതെങ്കിലോ, നൗഷാദ് ബാക്കവിയുടെ ഉമ്മ വീട്ടിൻ്റെ ഉമ്മറത്തിരുന്ന് കരയുന്നതിൻ്റെ കാരണം നൗഷാദ് ബാക്കവി തന്നെയാണെങ്കിലോ സഹിക്കാൻ പറ്റുമോ നമുക്ക്? പെട്ടെന്നുണ്ടായ ഒരു വർത്തമാനത്തിൽ, ഒരു ഇടപെടലിൽ ആ ഉമ്മയുടെ മനസ്സങ്ങോട്ട് വേദനിച്ചു പോയി. പിന്നെ വാഹനത്തിൻ്റെ അകത്ത് കയറി പ്രസംഗത്തിന് പോയാലും, ഇഷ്കിന് പോയാലും, ഉംറയ്ക്ക് പോയാലും, ഹജ്ജിന് പോയാലും ആ ഉമ്മയെ സമാധാനിപ്പിച്ച് പൊരുത്തം വാങ്ങാതെ പോകാൻ ഒരു വിശ്വാസിയുടെ മനസ്സിന് കഴിയില്ല. അത്രത്തോളം കണക്ഷനാണ് ഉമ്മയുമായി. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭർത്താവ് തുമ്മാനെ കാണാൻ പോയി. പെട്ടെന്ന് ഉമ്മയോട് എന്തോ ഒരു അപമര്യാദയായി സംസാരിക്കേണ്ടി വന്നു. നിങ്ങളുടെ ആൺമക്കൾക്കൊക്കെ നിങ്ങൾ വലിയ സ്നേഹമല്ലേ, നിങ്ങൾ സ്വത്തൊക്കെ കൊടുത്തില്ലേ, എനിക്കിങ്ങനെ ഒരു ചെക്കനെ കല്യാണം കഴിപ്പിച്ച് തന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കിയില്ലേ. അപ്പോൾ ഉമ്മ ആ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. നിന്നെ പ്രസവിച്ചെൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി അന്നു മുതൽ ചെയ്തതൊക്കെ ഉമ്മ ഓർത്തു കരഞ്ഞു. നിങ്ങൾക്ക് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് സമാധാനം കിട്ടുന്നില്ല. നിങ്ങൾ കാരണം നിങ്ങളുടെ ഉമ്മ കരഞ്ഞു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമായ നേരം മാറുന്നത്. ഇതുപോലെ തന്നെ ഉപ്പ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ. എൻ്റെ ഉസ്താദ് ഞാൻ കാരണം കരഞ്ഞാൽ എനിക്ക് ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. സൗഹൃദം, ഏറ്റവും വലിയ സൗഹൃദങ്ങൾ, ആഴങ്ങൾ. നിങ്ങളുടെ ഈ സ്റ്റേജിലിരിക്കുന്ന ഷാഫി മാസ്റ്ററിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഖമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ, ആദ്യ പ്രസവത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞതുപോലെ, അദ്ദേഹം സങ്കടപ്പെട്ടതുപോലെ ഞാനും വേദനിച്ചിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലിലേക്ക് എത്രയോ തിരക്കുകൾക്കിടയിൽ അദ്ദേഹത്തെ മാത്രം കാണാൻ വേണ്ടി ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത ചില സ്നേഹങ്ങൾ അങ്ങനെയാണ്. അവർ സങ്കടപ്പെട്ടാൽ, ഞാൻ കാരണമായിട്ട് അവർക്കൊരു സമാധാനം കിട്ടിയാൽ, ഒരു ആശ്വാസം കിട്ടിയാൽ, കണ്ണീരൊന്ന് ഉണങ്ങിയാൽ, ഒന്ന് ചിരിച്ചാൽ റാഹത്താകുമല്ലോ എന്ന് കരുതി നമ്മൾ ചെയ്യുന്നതാ. ആ സങ്കടങ്ങൾക്ക് ഞാനാണ് കാരണമെങ്കിൽ നമുക്ക് താങ്ങാനും സഹിക്കാനും കഴിയൂല. ഞാൻ എവരെയൊക്കെ നിങ്ങളുടെ മുന്നിൽ നിരത്തിയത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ഇവരെല്ലാം മറ്റൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഹൃദയത്തിൽ ഏറ്റവും അധികം നാം സ്നേഹിക്കേണ്ടത് ആരെയായിരിക്കും? ഉമ്മ, സഹോദരങ്ങൾ, മക്കള്, ഉപ്പ, ഉസ്താദുമാര്, ഏറ്റവും വലിയ സൗഹൃദങ്ങൾ, ചങ്കെന്നൊക്കെ നിങ്ങൾ പറയില്ലേ, എൻ്റെ ചങ്കാണ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മാത്രം നിൽക്കട്ടെ.
ഇവരിൽ ഏറ്റവും അധികം നാം സ്നേഹിക്കേണ്ടതും കടപ്പെടേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും അർപ്പിക്കേണ്ടതും ഒക്കെ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വരാനും പാടില്ല. അങ്ങനെ തന്നെയാണ്. 1000 ഉമ്മയുടെ സ്നേഹമല്ല മുത്തുനബിയുടെ ഒരു നോട്ടത്തിനുള്ളത്. 10,000 ഗുരുനാഥന്മാരുടെ തലോടലല്ല. അഹ്ലു സുഫയിൽ പട്ടിണി കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആശ്വാസവാക്ക് പകർന്നുകൊണ്ട് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്തത്. അപ്പൊ അതിനേക്കാളൊക്കെ മേലെയാണെങ്കിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടാൽ സഹിക്കാനാകാതെ പൊറുതിമുട്ടി, ഉറങ്ങാനാകാതെ തിരിഞ്ഞും പറഞ്ഞും കിടന്ന്, ഭക്ഷണം ഇറങ്ങാതെ പട്ടിണി കിടന്ന് ഇഷ്കുകൊണ്ട് പ്രാന്ത് പിടിച്ചു പോകുന്നവരായി നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളാണോ? ഇനി ആ സങ്കടത്തിന് കാരണം ഞാനാണെങ്കിലോ? ഈ ഓഡിറ്റോറിയത്തിന് തിരിക്കുന്ന ഓരോരുത്തരും അവരുടെ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ കാരണം, ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു വർത്താനത്തിൻ്റെ പേരിൽ, ഞാൻ ചിന്തിച്ച ഒരു ചിന്തയുടെ പേരിൽ, ഞാൻ കണ്ട ഒരു കാഴ്ചയുടെ പേരിൽ എൻ്റെ മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദന ഞാൻ കാരണം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എന്ത് ക്വാളിറ്റിയാണ്? 2 കൈ കൊണ്ട് നെഞ്ചത്തടിച്ചിട്ട് ചോദിക്കണം, പിന്നെ എന്ത് ക്വാളിറ്റിയാണ് എനിക്കുള്ളത്? എന്ത് യോഗ്യതയാണ് പിന്നെ എനിക്കുള്ളത്? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീൽ അബ്തഹി വൽ ഹബീബിൽ അറബി. കാണാതിരുന്നാൽ ഈമാൻ കുറഞ്ഞു പോകുമോ? കുറച്ചു മാറിപ്പോയാൽ എൻ്റെ മനസ്സിന്റെ ഇഷ്ക് നഷ്ടപ്പെട്ടു പോകുമോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈന്തപ്പനയുടെ വാതിലങ്ങോട്ട് തുറന്നു നോക്കുമ്പോ മുമ്പിൽ നിൽക്കുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തേ അബൂബക്കറെ ഈ സമയത്ത് എന്തേ ഇവിടെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്ന് കാണണം എന്ന് തോന്നി നബിയേ. ആരാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. രാത്രിയിൽ ഇശാനസ്കാരം കഴിഞ്ഞാൽ എല്ലാ സ്വഹാബികളും പോയിട്ട് ഏറ്റവും അവസാനം പോകുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതെല്ലാം കഴിഞ്ഞ് വീട്ടില് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കയറി അതിനുശേഷം ആ വീടിന്റെ ചുമരുകൾക്ക് മുത്തവും കൊടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും പോയി കിടക്കുമ്പോൾ കാണാനുള്ള കൊതി വരികയാണ്. കോടിക്കണക്കിന് പ്രാവശ്യം ആ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ തുറന്ന് നോക്കി കണ്ടിട്ടുണ്ടാവൂലേ? എന്നാലും വീട്ടിൽ പോയി കിടക്കുമ്പോൾ കാണാനുള്ള, അറിയാനുള്ള ഒരു അടുത്തിരിക്കാനുള്ള മോഹം വരികയാണ്. നമുക്ക് നമ്മുടെയൊക്കെ ധാരണ, നമ്മൾ 1 കോടി സലാത്ത് ചൊല്ലി സയ്യിദത്ത് സീനത്ത് ബീവിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലായി ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആൾ ഞാനാണെന്ന് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ഇത്ര മതി, എൻ്റെ പുന്നാര ഹബീബിന് ഇത്ര മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരായി, മടയികളായി പോകും. ഒന്നുമായിട്ടില്ല. നിങ്ങളെല്ലാവരും വലിയ സംഭവമാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ്. 1 മാസം കൂടി ഈ സലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ ഞാൻ സയ്യിദത്ത് സീനാ ബീവിയെക്കാളും വലിയ ആളാവും എന്നൊക്കെ ചില ധാരണകൾ ചില താത്തമാർക്കുണ്ടാവും. ഞാനിത് പറയുന്നത് സ്ത്രീകൾ സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഞാൻ ചൊല്ലുന്നതും ഞാൻ പറയുന്നതും ഞാൻ അറിയുന്നതും ഒക്കെ കുറച്ച് ആളുകൾ അറിയണം എന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ, പുരുഷന്മാർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, ഇല്ല എന്നല്ല, അതിനേക്കാൾ 1 പടി കൂടുതൽ ചിന്തിക്കുന്ന ഒരു മനസ്സാണ് സഹോദരിമാർക്കുള്ളത്. അതിനെയാണ് ഇതിലൂടെ പാകപ്പെടുത്തിയെടുക്കേണ്ടത്. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ ഈ സലാത്ത് നിരന്തരം ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രമല്ല. ഉമ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മോള് ചോദിക്കുകയാണ്, എന്താണ് ഉമ്മ എന്താണ് എപ്പോഴും ഇങ്ങനെ? അപ്പം മോളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം രാത്രി നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നെ ചരിത്രങ്ങളും കഥകളും ഒക്കെ മക്കൾക്ക്, ഇപ്പോൾ എൻ്റെ മോൾക്ക് നമ്മളിപ്പോൾ ഉണ്ണിപ്പൂച്ചയുടെയും കുട്ടുകുറുക്കിൻ്റെയും മുട്ടുമൊയിലിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നല്ല രസമാണ് അവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പാല് കൊടുക്കാൻ കൊണ്ടുപോയത്, തിരിച്ചു കൊടുക്കുമ്പോൾ മനസ്സ് പൊട്ടി തകർന്നു പോയത്,
അബവായിൽ വെച്ച് ഉമ്മ മരണപ്പെടുന്നത്, അതൊക്കെ നമ്മുടെ മക്കൾ കൗതുകത്തോടെ കേട്ടുകൊണ്ടിരിക്കും. നല്ല സന്തോഷമായിരിക്കും അവർക്ക്. അതിങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ പതിഞ്ഞിരിക്കും. ഉമ്മ എന്താണ് നിരന്തരം ഇങ്ങനെ ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ ആ മക്കളെയും അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു വഴിയാണ്. അവരങ്ങനെ ചോദിക്കാൻ വേണ്ടി അവരെ മുമ്പിലിരുന്ന് ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മക്കൾ ചോദിക്കും, എന്താണ് ഉമ്മ, ഇത് തന്നെ ഉള്ളൂ ഉമ്മക്ക് ചൊല്ലാൻ, എന്താണ് ഇതിൻ്റെ സംഭവം? അപ്പോൾ ഉമ്മ ഇങ്ങനെ അവർക്ക് കൗതുകത്തോടെ വളരെ മനസ്സ് പിടിച്ചെടുക്കുന്ന തരത്തിൽ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് അവരെ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിലേക്ക് കളി കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി വന്ന് കയറുമ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട്, നീ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോയിരുന്നോ? ഇല്ല നബിയെ, ഇല്ല ഉമ്മ, ഇന്ന് പോയിട്ടില്ല. നീ ഇന്നലെ പോയിരുന്നോ? ഹുദൈഫത്ത് ബിൻ യമാൻ എന്ന കുട്ടി പറയുന്നു, ഇല്ല ഉമ്മ, ഞാൻ പോയിട്ടില്ല. 3 ദിവസമായി ഞാൻ എന്റെ മുത്തു ഹബീബിനെ കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞ മറുപടി, അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് പോയി ആ മുത്തുളി ദീപത്തെ കണ്ടിട്ടല്ലാതെ എന്റെ വീട്ടിലേക്ക് നീ കടന്നു വരരുത് എന്ന് ഇഷ്കിന്റെ നിറകുടമായ ഒരു ഉമ്മ പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓടുകയാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ല, എന്തേ മോനെ വന്നത്? ഉമ്മ ഒന്ന് കാണാൻ പറഞ്ഞു നബി, അതുകൊണ്ട് വന്നതാ. ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യാനും അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോവാൻ. ഒരു നോട്ടം, ഒരു കാഴ്ച, അത് മാത്രം മതി. ഇതിനാണ് നിങ്ങൾ കാരണം നിങ്ങളുടെ പെമ്മക്കൾ മുത്തുനബിയെ സ്വപ്നം കാണണം. 16-17 വയസ്സായ ആൺമക്കളെ കഞ്ചാവിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാലഘട്ടത്തിനിടയിൽ 17 വയസ്സുള്ള പൊന്നുമോൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ സുബഹിക്കുണരുമ്പോ ഉമ്മയെ വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറയണം, ഉമ്മ, ഞാൻ ഇന്നലെ ഉമ്മ പറഞ്ഞതുപോലെ വുളുവെടുത്ത് സ്വലാത്ത് ചൊല്ലിക്കിടന്നപ്പോ ഞാൻ എൻ്റെ മുത്തുനബിയെ കണ്ടു ഉമ്മ. അങ്ങനെ പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സ്വലാത്തിലും ഈ ഗ്രൂപ്പിലും നടത്തണ്ടാവൂല. അങ്ങനെ പറയിപ്പിക്കണം. അങ്ങനെ പറഞ്ഞ മക്കളുണ്ട്, എനിക്കറിയാം എത്ര കുടുംബമുണ്ട്. 16, 17, 18 വയസ്സായ ആണും പെണ്ണുമായ മക്കൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, ഉമ്മ, അല്ലെങ്കിൽ ഉപ്പാനോട് പറയണം, ഉപ്പ, ഞാൻ കണ്ടു, ഇന്നലെ രാത്രി ഞാനത് കണ്ടു എന്ന് പറയാൻ പാകത്തിന് ആ മക്കളെ ക്വാളിറ്റി ഉള്ളവരാക്കി മാറ്റാൻ ഈ സ്വലാത്തിന് സാധിക്കും. ഒരുപാട് പ്രസംഗവും ഒരുപാട് ക്ലാസ്സും ഒരുപാട് നമ്മുടെ മക്കളൊക്കെ അതിൻ്റെ ലോകത്താണ്. മോട്ടിവേഷൻ ക്ലാസ്, മനഃശാസ്ത്രജ്ഞന്മാരുടെ ക്ലാസ്, അങ്ങനെ ധാരാളം ക്ലാസ് ഇങ്ങനെ എടുക്കും. അത് മോശമൊന്നല്ല. ആ ക്ലാസ് ഇങ്ങനെ കാണും, കേൾക്കും. അതിന് ആ സമയത്ത് അവരോട് പറയേണ്ടത് എല്ലാത്തിനേക്കാളും ഉപരി എല്ലാത്തിനും മരുന്നാണ് സ്വലാത്ത്. നിങ്ങളുടെ മാനസിക രോഗത്തിന്, നിങ്ങളുടെ ശാരീരിക രോഗത്തിന്, നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കുറവിന്, നിങ്ങളുടെ ബുദ്ധി കുറവിന്, നിങ്ങളുടെ വൈഭവക്കുറവിന്, നിങ്ങളുടെ മണ്ടത്തരങ്ങൾക്ക്, നിങ്ങളുടെ മടിപ്പിന്, നിങ്ങളുടെ മന്ദിപ്പിന് ഒക്കെ മരുന്നാണ് സ്വലാത്ത്. ഇല്ലെങ്കിൽ ഈ ലോകത്ത് ഈ 10 മണിക്ക് ഈ പ്രോഗ്രാം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ താത്തമാർ ഇവിടെ വന്നിരിക്കുമോ? ഈ സമയത്ത് എന്തെല്ലാം ഉണ്ട്. ഈ നല്ല മഴയത്ത് ഒരു ചെറിയ സുലൈമാനി ഇട്ട് വെച്ച് ഇക്കാൻ്റെ കൂടെ ടെറസിൻ്റെ മുകളിൽ കയറി ഇച്ചിരി മിച്ചറുമൊക്കെ എടുത്ത് വെച്ച് ഒരു 2 കൊച്ചു വർത്തമാനവും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ സമയം പോലും ഇങ്ങോട്ടുള്ള രസമുള്ള കഥകളും. അന്ന് ഒരു ബ്രഷിലായിരുന്നു 2 പേരും പല്ല് തേച്ചിരുന്നത്, ഒരു ബക്കറ്റിലായിരുന്നു കുളിച്ചിരുന്നത്. അതൊക്കെ രസമല്ലേ? അതൊക്കെ അങ്ങനെ പറഞ്ഞ് വെറും ഇഷ്കും കണ്ണീരും മാത്രമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് പറഞ്ഞതാ, മഴയത്ത് നിങ്ങൾ ഉറങ്ങിപ്പോണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസത്തിന് ഇങ്ങനെ ചായ കുടിച്ചിരിക്കേണ്ട സമയമാണ്. അങ്ങനെ ഇരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് നിങ്ങളെവിടെ എത്തിക്കണമെങ്കിൽ നിങ്ങളെ മന്ദിപ്പും നിങ്ങളെ മടിപ്പും നിങ്ങളുടെ സർവ്വതും ഈ സ്വലാത്ത് മാറ്റിയെടുത്തു എന്നതിൻ്റെ തെളിവാണ്. എത്ര അച്ചടക്കത്തിലായിരിക്കാണ്. ഇത് നിങ്ങളെ ക്വാളിറ്റി ഉള്ളവരാക്കാൻ സ്വലാത്തിന് കഴിയുമെന്നതിൻ്റെ തെളിവല്ലേ? ഈ ഇരിക്കുന്ന ആണുങ്ങൾ ചിന്തിക്ക്, പടച്ചോനെ, എൻ്റെ ഭാര്യ എന്തല്ല ഇതിനകത്ത് പെട്ടുപോകാത്തത്, അവൾ കുറച്ച് അടക്കി വഴങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നതിനല്ല റബ്ബെ ആലോചിക്കണം. എൻ്റെ മോൾ ഇതിനകത്ത് ഇല്ലാതായിപ്പോയല്ല. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ചിന്തിക്കണം, എവിടെയാണ് ഈ മഹാത്ഭുതം ഉസ്താദേ? ഏത് സ്ഥലത്താണ് സ്ത്രീകളെ ഇങ്ങനെ അച്ചടക്കമുള്ളവരാക്കി ഇരുത്താൻ, ഇങ്ങനെ സലാത്ത് പറയുമ്പോൾ കരയുന്നവരാക്കി മാറ്റാൻ, ഇങ്ങനെ മൊബൈൽ നോക്കാതെ ദുനിയാവിന്റെ ഒരു ചിന്തയുമില്ലാതെ മനസ്സിനെ ഇങ്ങനെ മദീനയിലേക്ക് കണക്ഷൻ വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സദസ്സ് കേരളത്തിൽ എവിടെയാ എന്ന് ലൈവ് കാണുന്നവർ അത്ഭുതത്തോടെ ചിന്തിച്ച് ഓടിയെത്തണം. അല്ലാഹു തആല നമ്മെ എല്ലാം ഇനിയും നന്നാക്കി തരുമാറാകട്ടെ. കസറത്തു ഷൗഖി ഇലാ ലിഖാഇഹി, അവരുടെ അസുഖമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ആർത്തി. എത്ര കണ്ടാലും കൊതി തീരൂലല്ലോ, എത്ര കണ്ടാലും.
റോസാദളത്തിൻ ചെണ്ട്, റോജാ റസൂലിൻ ചുണ്ട്, രോമാഞ്ചമാലെ കണ്ട് തീരാത്ത ജായിബ്, ചേലിൽ തിളങ്ങും കണ്ണ്, തൊട്ടാൽ മിനുങ്ങും കവിള്, തൊട്ടടുത്തെന്നുമെന്നും തങ്ങുന്നു തെന്നല്. എത്ര എഴുതിയാലാണ്, എത്ര പാടിയാലാണ് തീരുക? മഹാനായ അഹമ്മദ് സവാബി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 40,000 സ്വലാത്തില്ലായിരുന്നു. നിങ്ങൾക്കൊരു ധാരണയുണ്ടല്ലോ, ഞാനാണ് തൃശ്ശൂരിൽ ഏറ്റവും വലിയ സ്വലാത്തിൽ എന്നാണ്. സയ്യിദത്ത് ഖദീജ ബീവിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ഈ സ്ഥാനം അവർക്ക് കിട്ടി. അവരുടെ കാലശേഷം ആർക്കെങ്കിലും ഈ സ്ഥാനം കൊടുക്കണമെന്ന് തോന്നിയാൽ സയ്യിദത്ത് സീനത്ത് ബീവിയുടെ ഖബർ സ്വപ്നം കാണുന്നത് ഞാനായിരിക്കും. കാരണം ഞാൻ ഒരു ദിവസം 1000 സ്വലാത്തിൽ നിന്നുണ്ട് പറയൂലേ. മഹാനായ അഹമ്മദ് സവാബി റളിയല്ലാഹു അൻഹു ഒരു ദിവസം 40,000 സ്വലാത്തിൽ. അങ്ങനെ കൂട്ടിയാൽ ഒരു മാസം ആകുമ്പോൾ 3,20,00,000 സ്വലാത്താവും ഒരു മാസം. അപ്പോൾ അവർക്ക് കുടുംബജീവിതത്തിന് സമയമില്ലേ, ഇൽമു പഠിക്കാൻ സമയമില്ലേ, പഠിപ്പിക്കാൻ സമയമില്ലേ, ഇബാദത്തിന് സമയമില്ല, ഒന്നും ചോദിക്കണ്ട, ഒക്കെ സമയം ഉണ്ടാവും. ഇത് ഏറ്റവും ചുരുങ്ങിയതാണ്, അവരുടെ ഒരു കണക്കിൻ്റെ ഏറ്റവും ചുരുങ്ങിയതാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ നാവ് കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് പുന്നാര ഹബീബ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരണം. അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കും, നബിയേ, തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ഈ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടപ്പോൾ എന്തേ അങ്ങ് കാണാൻ വന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയണം, ആ നാവ് കൊണ്ട് പലരും കല്യാണം മുടക്കുമ്പോ, പലരും കളവ് പറയുമ്പോ, പലരും ഫസാദ് പറയുമ്പോ, പലരും ഈബത്ത് പറയുമ്പോ, പലരും കളിതമാശകൾ പറയുമ്പോ, ആ നാവ് കൊണ്ട് ജനിച്ചിട്ടിന്ന് വരെയുള്ളതിൽ ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയത് ആ നാവ് മന്ത്രിച്ചതിന്റെ പേരാണ്. അതുകൊണ്ട് വഫാത്തിന്റെ സമയത്ത് അവരെ ആസ്വദിപ്പിക്കാൻ ഞാൻ കടന്നു വന്നതാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്ന ഒരാളായി നമ്മൾ മാറണം. ആണും പെണ്ണും മാറണം. നിങ്ങൾ ചൊല്ലി തുടങ്ങിയാൽ മതി സ്വലാത്ത്. ചൊല്ലി നോക്ക് പ്രിയപ്പെട്ടവരെ. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 1000 വെച്ച് ചൊല്ലി 313 100 കളയാം. അതൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നതാണ്. നമ്മൾ അതൊക്കെ മാറണം. ഇനി കുറച്ച് സമയം നമുക്കുള്ളൂ. ഇനിയും 100 313 കൊണ്ടിരിക്കാതെ 1000-ലേക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എത്തണം. അല്ലാതെ നമ്മൾ എന്താണ് 24 മണിക്കൂർ നമ്മൾ എന്താണ് ലോകത്ത് ചെയ്യുക? എന്തൊക്കെയാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്തതിനെ ഒന്ന് കണക്കൂട്ടി നോക്ക്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക 1000 വേണോ, 100 വേണോ, 313 വേണോ എന്നൊക്കെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിണങ്ങരുത്, അവിടത്തേക്ക് സങ്കടം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ വിരിച്ചിരുന്ന വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ഒരു ചിത്രം കണ്ടപ്പോൾ ഇറങ്ങിപ്പോവാണ് അവിടെ നിന്ന്. ആ മനസ്സ് വേദനിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ കള്ളത്തരങ്ങൾ, നമ്മുടെ കളവ് പറച്ചിലുകൾ എത്രയോ എന്നിട്ടും നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധത, ഒരു സുതാര്യത നമ്മൾ തിരിച്ചറിയണം. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയേക്കാൾ പ്രിയപ്പെട്ടതൊന്നുമില്ലല്ലോ. എത്ര ഇഷ്ടമാണ്, എത്ര സ്നേഹമാണ്. അത് പറഞ്ഞാലും വർണ്ണിച്ചാലും തീരാത്തത്ര ഇഷ്ടവും പ്രണയവുമാണ് ഫാത്തിമ റളിയല്ലാഹു. നിങ്ങൾ ഫാത്തിമയെ റളിയല്ലാഹു അൻഹ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്ന് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഫാത്തിമയെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, കുറച്ച് വളയൊക്കെ കൂടുതൽ ധരിച്ച് അങ്ങനെ യുദ്ധത്തിൽ വിജയിച്ചു വന്ന മുത്തുനബിയെ സ്വീകരിക്കാൻ കാത്തിരുന്നതാണ്. ഇറങ്ങിപ്പോവാണ് അവിടെ നിന്ന്. വേറൊന്നും, എൻ്റെ മോള് കരയൂലേ, എൻ്റെ മോള് സങ്കടപ്പെടൂലേ, എൻ്റെ മോളെ മനസ്സ് പൊട്ടൂലേ, ഒന്നും ചിന്തിക്കുന്നില്ല. ഒക്കെ അറിയാം, അല്ലാഹുവിന്റെ റസൂൽ അതൊക്കെ ഉണ്ടാവുമെന്നറിയാം. പക്ഷെ ഇറങ്ങിപ്പോവാണ്. അങ്ങനെ അത്രയും ഇഷ്ടപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് ചെയ്യുമ്പോൾ അവിടുത്തെ മനസ്സിന് അത്രമേൽ സങ്കടമുണ്ടാകുമെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത നമ്മളൊക്കെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും, എത്രയോ വേദനിപ്പിച്ചിട്ടുണ്ടാവും, എത്രയോ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും. ഫാത്തിമ റളിയല്ലാഹു അൻഹ അതൊക്കെ ഉടച്ചു കളയായിരുന്നു.
എനിക്കിതൊന്നുമല്ല എനിക്കാവശ്യം, എനിക്കെൻ്റെ ഹബീബാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് അള്ളാഹിൻ്റെ ഹബീബിനെ വേദനിപ്പിക്കാതിരിക്കുന്നത് പോലെ തന്നെ ആരെങ്കിലും മുത്തുനബിയെക്കുറിച്ച് മോശം പറഞ്ഞാൽ അവരെ നമ്മളൊന്നും പറയാനൊന്നും പാടില്ല, അവർ നമ്മുടെ നാട്ടിലുള്ള പുത്തൻവാദികളാണ്, അവർക്ക് അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ആ സങ്കടം ഉണ്ടാവണം. സങ്കടം, നമ്മളെ കുടുംബത്തിൽ സലാത്തില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അവരെ കാണുമ്പോഴൊക്കെ നമുക്ക് കണ്ണ് നിറയണം. ചില ആളുകൾ പറയൂലേ, എൻ്റെ വീട്ടിൽ സലാത്തും ദുആയൊന്നുമില്ല, ഞാൻ ഈ ഗ്രൂപ്പിലുള്ളത് തന്നെ എൻ്റെ മോനിഷ്ടമല്ല, ഈ ഗ്രൂപ്പിലിരിക്കണ എത്ര ആൾക്ക് ഉണ്ടാവും, എൻ്റെ എളാപ്പാക്ക് ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ അനിയൻ കടുത്ത പുത്തൻവാദി, അയാൾക്ക് ഇഷ്ടമല്ല. ഇപ്പൊ പുത്തൻവാദികളിൽ നിന്ന് മാറി നിരീശ്വരവാദത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതങ്ങനെയാണ്. മുത്ത് നബി ഇല്ലെങ്കിൽ എന്ത് വാദവും പൊളിയും. പിന്നെ അവര് കുഫ്രിയത്തിലേക്കാണ് പോവുക. കഷ്ടപ്പെട്ട് ചില ആളുകൾ പൈസ ഒക്കെ മുടക്കി ഹജ്ജിന് പോകും, എന്നിട്ട് മദീനത്ത് പോകാതെ മടങ്ങി വരും. ഹജ്ജിൽ എന്ത് മദീന, ഉംറയിൽ എന്ത് മദീന എന്നൊക്കെ പറയും. സത്യത്തില് മക്കത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും, എല്ലാം ഉണ്ടെങ്കിലും മദീനയിലാണ് അതിൻ്റെ കബൂലിയത്ത് മുഴുവനും കിടക്കുന്നത്. നമ്മളത് തിരിച്ചറിയുന്ന കാലം വന്നാലേ നമ്മുടെ ഈമാനിന് ശക്തി ഉണ്ടാവുകയുള്ളൂ, ഈമാനിൻ്റെ ഭാരം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പൊതുജന മധ്യത്തിൽ വെച്ച് നിങ്ങളെ ഉമ്മയെ ഒരാൾ ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് സങ്കടം വരൂലേ, ദേഷ്യപ്പെടൂലേ? എന്താണ് നീ എൻ്റെ ഉമ്മയെ പറഞ്ഞെന്ന് ചോദിക്കൂലേ? മുത്തുനബിയുടെ ഉമ്മ നമ്മുടെ ഈ സലാത്തൊക്കെ ചൊല്ലി മക്കളെ ഇതിലേക്ക് ചേർക്കണമെന്ന് പറയാൻ കാരണം ഇനി വരുന്ന തലമുറയൊക്കെ പച്ചയ്ക്ക് പറയാൻ പോകുന്നത് നബിയുടെ ഉമ്മ നരകത്തിലാ, നബിയുടെ വാപ്പ നരകത്തിലാന്നൊക്കെയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ കൂട്ടത്തിൽ നിങ്ങളെ മക്കൾ പെടാൻ പാടില്ല, അതിൽ നിങ്ങളുടെ മക്കൾ പെടാൻ പാടില്ല. എൻ്റെ മരണപ്പെട്ടു പോയ മുസ്താഖ് അഹമ്മദ് എന്ന മോൻ ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ്. അത് ഈ മദ്രസയിൽ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. ആരോ മരണപ്പെട്ടിട്ട് അവരുടെ വീട്ടിൽ പിന്നെ ദുആയൊക്കെ നടന്നപ്പോൾ മദ്രസയുടെ കുട്ടികൾക്ക് അന്നൊരു പൊതിച്ചോറ് ഇങ്ങനെ പൊതിഞ്ഞ് ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവരുന്ന വഴിയിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ മദ്രസയെയും മക്കളെയൊക്കെ കളിയാക്കിയ കൂട്ടത്തിൽ നബിയുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിൻ്റെ കാലത്തിന് മുമ്പേ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കാത്തത് കൊണ്ട് അവരൊക്കെ നരകത്തിലാണ് എന്നിങ്ങനെ പറഞ്ഞു. മുഹമ്മദ് എൻ്റെ അടുത്ത് ചോദിച്ചു ആ കാര്യം. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ചെറിയ കുട്ടികൾ, അവൻ മദ്രസയിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെക്കുറിച്ച് പാട്ടുപാടിയ മോനാണ്. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിൻ്റെ കൽബി നൊമ്പരം പേരുത്ത്, ആറ്റലായ മോനെ ഓർത്ത് വേദന കോരുത്ത്. ഇതൊക്കെ പാടിയ മോനാണ്. അല്ലാഹു തആല സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കട്ടെ. റബീഉൽ അവ്വൽ മാസം ജനിച്ചു, ശഅബാൻ മാസത്തിൽ 10 വയസ്സ് പൂർത്തിയായി ഇവിടെ പറഞ്ഞു പോയി. അള്ളാഹു സ്വർഗത്തിൽ വലിയ ദറജ കൊടുക്കട്ടെ. ചെറിയ മക്കളെ മനസ്സിൽ പോലും ഇത് കോരിയിട്ട് കൊടുക്കാൻ ഒരു വലിയ സംഘം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കണം, മുത്തുനബിയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തണം, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പുന്നാര ഹബീബിന്റെ ഉമ്മ നരകത്തിലാണെന്ന് പറയുന്ന സംഘത്തിനെതിരെ ശബ്ദിക്കാനുള്ള ഓജസ്സും തേജസ്സും നിങ്ങളുടെ മക്കൾക്ക് സ്വലാത്തിലൂടെ, മഹബ്ബത്തിലൂടെ, ഈമാനിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, തുഅറദു അലയ്യ അഅമാലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ അമലുകളെ മുഴുവനും എനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനെ, ഞാൻ ചെയ്തതിനെ, ഞാൻ ആലോചിക്കുന്നതിനെ, ഞാൻ കാണുന്നതിനെ മുഴുവനും എന്റെ മുത്തുനബിക്ക്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ മുത്തായ ഹബീബ് കാണുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് കാണുന്നുണ്ട്, ഞാൻ എഴുതുന്നത് കാണുന്നുണ്ട്, ഞാൻ പാടുന്നത് കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് കാണുന്നുണ്ട്. ഈ സ്വലാത്തിന്റെ മജ്ലിസ് കഴിഞ്ഞ് വാഹനങ്ങളിൽ അവരവരുടെ വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് കാണുന്നുണ്ട്. വീട്ടിന്റെ അകത്തിരുന്ന് ഒരു ചെറിയ മൊബൈലിലൂടെ, ടാബിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, ടിവിയിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് മദീനയോട് ആർത്തി വെച്ചിരിക്കുന്ന മനസ്സകങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്.
അപ്പം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുന്ന പാകത്തിനുള്ള ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എത്ര സ്നേഹമാണ് നമുക്ക് ഇങ്ങോട്ട് തന്നത്. അതിൻ്റെ കോടാനുകോടിയിൽ ഒരു അംശമെങ്കിലും മടക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, പരലോകത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും അവരിങ്ങനെ സംസാരിക്കുന്നത് കൂടുതലും അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ടു എത്രയോ ദിവസങ്ങളിൽ, എത്രയോ രാപ്പകലുകളിൽ. ആ സമയത്തൊക്കെ വെറും കൊച്ചു വർത്തമാനങ്ങളാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകണ്ട. ആ സമയത്തൊക്കെ അവർ പറഞ്ഞിരുന്നത് പരലോകം, ഖബർ, മഹ്ശറ, അവിടുത്തെ വിചാരണയൊക്കെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പലപ്പോഴും ആ വർത്താനം കേട്ടിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു മുഖത്തൂടെ. നമുക്കും വേണം, പക്ഷേ എപ്പോഴും ഇപ്പോൾ ഞാനിപ്പോൾ പ്രസംഗിച്ചൊക്കെ നടന്ന് വീട്ടിൽ ചെന്ന ഉടനെ ഭാര്യ അങ്ങോട്ട് വിളിച്ചിരുത്തിയിട്ട് ഖബർ അങ്ങനെയാണ്, മഹ്ശർ അങ്ങനെയാണ്. അപ്പോൾ ഭാര്യ പറയില്ലേ, നിങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു സമയവും ഒരു പരിധിയൊക്കെ നമ്മൾ നിശ്ചയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് അങ്ങനെയല്ലേ കഴിയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ എന്നിട്ട് സങ്കടമടക്കാനാകാതെ പറഞ്ഞു, നബിയേ, ഈ ആയിഷക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ആരാണ് ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ? ഇതിനേക്കാൾ ഭാഗ്യവതി വേറെ ഉണ്ടോ? ഈ ആയിഷക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ആ സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർലി, ആയിഷ പടച്ചോനെ എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ. ഇത് പറഞ്ഞ ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് വല്ലാത്ത സന്തോഷം തോന്നി, കരയാൻ തുടങ്ങി, കണ്ണീരിങ്ങനെ ഒഴുകി. അള്ളാഹിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ ഇപ്പൊ കരയുന്നത്? ഞാൻ ദുആ ചെയ്തല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, ഞാൻ പറഞ്ഞപ്പോ തന്നെ അങ്ങ് എനിക്ക് ദുആ ചെയ്ത സന്തോഷം കൊണ്ടാണ്. ആ സമയത്ത് മുത്ത റസൂല് പറയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ടും ഇതുപോലെ എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കാൻ ഞാൻ ദുആ ചെയ്യുന്നുണ്ട് ആയിഷ. ഇതിന് പകരം നമ്മൾ എന്താ കൊടുക്കുക? ഒരു ദിവസം എത്ര സലാത്ത് വെച്ച് ചെല്ലാൻ പറ്റും? ഒരു ദിവസം എത്ര നബിയെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവരെ ആ രേഖയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഏത് നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന മോനെ നന്നാക്കാൻ ഇത് മതിയാവും. ഒരു വലിയ പഠനത്തിലേക്ക് അവർ പോകുന്നതിന് മുമ്പ് ഇത് മതിയാവും. പിന്നെ പതിയെ പതിയെ അവർ മനസ്സിലാക്കിക്കോളും. നിങ്ങൾ അത് പരീക്ഷണമായിട്ട് വെച്ച് നോക്ക്, പരീക്ഷണമായിട്ട് ചൊല്ലി നോക്ക്. ഒരു പരീക്ഷണമായിട്ട് ചൊല്ലി നോക്ക്. അങ്ങനെയും ചൊല്ലാം, അതിനും കൂലിയാണ്. അങ്ങനെയും ചൊല്ലാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ചൊല്ലാൻ തുടങ്ങുകയാണ്. ഒരു പരീക്ഷണം. എൻ്റെ ഭർത്താവ് വലിയ കള്ളുകൂടി, അയാളെ കൊണ്ട് നിർബന്ധമായിട്ട് ദിവസം 1000 സലാത്ത് ഞാൻ ചെല്ലിപ്പിക്കും, കുടിച്ചോട്ടെ. നിങ്ങൾ ചൊല്ലി നോക്ക്. അടുത്ത സലാത്ത് വാർഷികത്തിന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ കസേരയുടെ ഫ്രണ്ടിൽ നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ചൊല്ലിപ്പിക്കുമെങ്കിലും ഉണ്ടാവും. ഒരു സംശയവും ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട കേട്ടോ, ഒരു സംശയവും വേണ്ട. 100% ഗ്യാരണ്ടിയുള്ള സാധനമാണ് സലാത്ത്. 100% ഗ്യാരണ്ടിയാണ്. ഒരു സംശയം ആ കാര്യത്തിൽ വെക്കണ്ട. വേറെ എന്തിൽ വെച്ചാലും ഇതിൽ വെക്കണ്ട. കാരണം അത്രയ്ക്ക് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചിരിക്കാൻ. മാത്രമല്ല, 2 മലക്കുകളെ അള്ളാഹു പടച്ചിരിക്കുന്നത്. നിങ്ങളെ ചുണ്ട് അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു മലക്ക്. എന്തിൻ്റെ പേരിൽ? സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയാൻ. അങ്ങനെ അനങ്ങിയാൽ എഴുതാൻ വേണ്ടി മറ്റൊരു മലക്ക്. ഈ 2 ജോലി മാത്രമുള്ള 2 മലക്കുകളുണ്ട് ഓരോ വ്യക്തിയുടെ കൂടെ. എൻ്റെ കൂടെയുണ്ട്. ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ആ മലക്ക് ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇന്ന് നേരം പുലർന്നിട്ട് ഇത്രയും മണിക്കൂറായി, എത്ര സലാത്ത് നീ ചൊല്ലി. ഈ ലോകത്തെ പടയ്ക്കാൻ, ഈ പ്രപഞ്ചത്തെ പടയ്ക്കാൻ കാരണക്കാരൻ അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഷജറിലാളിച്ചതും ഖമർ മോഹിച്ചതും ബഹറിലാളിച്ചതും ബദറിലാളിച്ചതും എല്ലാം നബിയെ തന്നെ, എൻ്റെ മുത്താം ഹബീബെ തന്നെ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. അങ്ങനെ പുന്നാര ഹബീബിനെ ഹൃദയത്തിൽ എല്ലാം ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും ആർത്തിയും ആവേശവും ആഗ്രഹവും ഒക്കെ അതാണ്, വേറൊന്നുമില്ല. അങ്ങനെയുള്ള പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാനും നിങ്ങളും എത്ര പറഞ്ഞാലാണ്, എത്ര എഴുതിയാലാണ് മതിയാവുക? അള്ളാഹുവിനെ നേരിട്ട് കണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച് അള്ളാഹുവിനോട് വർത്താനം പറഞ്ഞ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി, ലോകത്ത് അതിനേക്കാൾ വലിയ സന്തോഷം ആർക്കും കിട്ടാനില്ല. നമ്മുടെ മുത്ത് ഹബീബിന് കിട്ടിയ ഏറ്റവും വലിയ ആനന്ദത്തിന്റെ നിമിഷം ആ സമയത്ത് പറയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ,
നീ എനിക്ക് രക്ഷ തന്നതുപോലെ എന്റെ ഉമ്മത്തികളായ, എന്റെ നാട്ടിലുള്ള എന്റെ ഉമ്മത്തികളായ പ്രിയപ്പെട്ട എന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് നീ രക്ഷ കൊടുക്കണേ അല്ലാ എന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തു ഹബീബ് അല്ലാഹുവിനോട് ഹൃദയം തുറന്ന് പറഞ്ഞു പോയെങ്കിൽ ഒരു സ്ഥലത്തും നിങ്ങളെ ഒഴിവാക്കാതെ കൊണ്ടു നടക്കുകയാണ്. ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഏറ്റവും അത്ഭുതമുള്ള ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ഏതെന്നറിയുമോ? നിങ്ങളുടെ രോഗം മാറ്റാൻ, നിങ്ങളുടെ മുറാദ് ഹാസിലാകാൻ, നിങ്ങളുടെ ഇടങ്ങേറ് മാറാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ, നിങ്ങളുടെ പ്രതിസന്ധികളെ മുഴുവനും പാല് പോലെ അലിച്ചു മാറ്റിത്തരാൻ, നിങ്ങളുടെ ജീവിതത്തിലെ മുറാദുകൾ ഹാസിലാക്കാൻ, മക്കളില്ലാത്തവരെ, വേദനിക്കുന്നവരെ, കടക്കണിയിൽ അകപ്പെട്ടു പോയവരെ, പ്രതിസന്ധിയുടെ പടുങ്കുടിയിൽ വീണിട്ട് കൈകാലിട്ടടിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു അത്ഭുത ആയത്തുണ്ട്. അത് ഏതായത്തെന്നറിയുമോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഞാനും മലക്കുകളും അള്ളാന്റെ ഹബീബിന്റെ പേരിൽ അള്ളാഹ് പറയാ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, വിശ്വാസികളെ നിങ്ങൾ ചൊല്ല. ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് രോഗം മാറണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓതുന്നവന്റെ രോഗം മാറ്റും. വേദന നീ ആ ആയത്തിന്റെ പവറാണ്. ഖുർആനിലെ ആ ഒരു ആയത്തിനുള്ള ശക്തി വളരെ അപാരമാണ്. ഇത് പുന്നാർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ലേ. അതുപോലെ വല്ലുഹാ സൂറത്ത്, ആ സൂറത്തിന് ഇത്രയും പ്രത്യേകത വരാനുള്ള കാരണം ആ സൂറത്തിന്റെ സാഹചര്യം തിരിച്ചറിയുമ്പോഴാണ്. ഒരാൾ രാവിലെ പന്നിത്തടത്ത് തൃശ്ശൂർ കേച്ചേരിയിൽ കട തുറക്കുകയാണ്, കച്ചവടമൊന്നുമില്ല. അയാൾ രാവിലെ തുറന്ന് കയറി ഉടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലുഹാ വല്ലൈലി ഇദാ സജ ഒരു 3 പ്രാവശ്യം ഓതാണ്. കുറച്ച് ദിവസം ഓതി നോക്ക്. എന്തേ നബിയെ ജിബ്രീൽ പിണങ്ങിപ്പോയോ? അല്ല പിണങ്ങിപ്പോയോ? ഇപ്പൊ ആയത്തുകളൊന്നും ഇറങ്ങുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അറിയാതെ ഒരു സങ്കടം മനസ്സിന്റെ അകത്ത് വന്നുപോയി. ശരിയാണല്ലോ പടച്ചോനെ, ജിബ്രീൽ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ. അങ്ങനെ സങ്കടപ്പെടുന്ന മുത്തു ഹബീബിനെ അല്ലാഹ്ക്ക് കണ്ടിരിക്കാൻ കഴിയാത്തത് കൊണ്ട് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ ഒഴിവാക്കിയിട്ടില്ല റസൂലെ. ഉമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ അള്ളാഹു മുത്തുനബിയെ ചേർത്ത് പിടിച്ച സൂറത്താണ് സൂറത്തുൽ ളഹ.